വർഷം 2006. കണ്ണൂരിൽ പ്രാഥമിക പഠിത്തം മാത്രം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അന്നത്തെ എല്ലാ മലബാർ യുവാക്കളുടെ സ്വപ്ന നഗരിയായിരുന്ന ഗൾഫിൽ ജോലി ചെയ്യാൻ ഇറങ്ങി തിരിച്ചു. പക്ഷെ ഗൾഫിൽ ജീവിതവും ജോലിയും സ്വപ്നം കണ്ട ജീവിതം പോലെ ആയിരുന്നില്ല. വെറും 4 മാസത്തെ ജോലി മതിയാക്കി ആ ചെറുപ്പക്കാരൻ നാട്ടിൽ തിരിച്ചു വന്നു. നാട്ടിൽ തിരിച്ചു വന്ന ചെറുപ്പക്കാരൻ 250 സ്ക്വയർ ഫീറ്റിൽ ഒരു ചെറിയ മൊബൈൽ കട തുടങ്ങി. അന്ന് ആ ചെറുപ്പക്കാരൻ പോലും വിചാരിച്ചു കാണൂല അവന്റെ ആ ഒരു ചെറിയ കട പിന്നീട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഐഫോൺ വിൽക്കുന്ന റീറ്റെയിൽ സ്റ്റോർ ആയിട്ട് മാറുമെന്ന്. ഈ കഥയാണ് ഷാജിയുടെ, ഈ കഥയാണ് മൈജിയുടെ. ഇന്ന് മൈജി 5000 കോടി ടേൺ ഓവർ ഒരു കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ്. 250 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയ ഒരു കട എങ്ങനെ 5000 കോടിയിലോട്ട് എത്തി എന്നറിയണമെങ്കിൽ നമുക്ക് തിരിച്ച് ഷാജി എന്ന ചെറുപ്പക്കാരൻ്റെ കഥയിലോട്ട് പോകാം. അങ്ങനെ ആഗ്രഹിച്ച് ദുബായിൽ ജോലിക്ക് പോയ ഷാജി, എന്നാൽ അവിടെ നടന്നതോ അദ്ദേഹം വിചാരിച്ച പോലത്തെ ജീവിതം ആയിരുന്നില്ല. 4 മാസത്തിൽ തന്നെ ഒട്ടും പറ്റാതെ തന്നെ അവിടുത്തെ ജോലി മതിയാക്കി തിരിച്ച് നാട്ടിൽ വന്നു ഷാജി. പക്ഷെ അത് ജീവിതത്തിൽ തോറ്റിട്ട് വന്നൊരു വരവായിരുന്നില്ല, എന്തൊക്കെയോ നേടാനുള്ള വരവായിരുന്നു. തിരിച്ച് നാട്ടിൽ വന്ന ഷാജിക്ക് സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങണമായിരുന്നു. ദുബായിലെ മൊബൈൽ ഹബ് എന്നറിയപ്പെടുന്ന നെയ്ഫ് റോഡിലായിരുന്നു ഷാജി ജോലി ചെയ്തിരുന്നത്. അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മൾട്ടിപ്പിൾ ബ്രാൻഡഡ് ഫോൺസിന്റെ ഷോറൂം അന്നേ ഷാജി വളരെയധികം ആകർഷിച്ചിരുന്നു. ഷാജിക്ക് അതേ കോൺസെപ്റ്റിൽ ഒരു ബിസിനസ് മോഡൽ സ്വന്തം നാട്ടിൽ ചെയ്യണമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ ഷാജി സ്വപ്നം കണ്ട പോലെ ഒരു ഫുള്ളി സെൻട്രലൈസ്ഡ് AC മൾട്ടി ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ ഷോറൂം 2006 കോഴിക്കോടിലെ മാവൂർ റോഡിൽ 3G മൊബൈൽ വേൾഡ് എന്ന പേരോടെ ഷാജി തുടക്കം കുറിച്ചു. അന്ന് വരെ നോക്കിയ എന്നൊരു ബ്രാൻഡ് മാത്രം അറിയാമായിരുന്ന ജനങ്ങൾ വേറെ പുതിയ കമ്പനികളുടെ ഫോണും അതിൻ്റെ ഡിഫറെൻറ്റ് പ്രൈസസും ഡിഫറെൻറ്റ് ഫീച്ചേഴ്സും അറിഞ്ഞു തുടങ്ങി. 250 സ്ക്വയർ ഫീറ്റിൽ 4 എംപ്ലോയീസ് അടങ്ങുന്ന 3G മൊബൈൽ വേൾഡ് ഒരു ഇൻസ്റ്റൻറ്റ് സക്സസ് ആയി മാറി. കസ്റ്റമർ ഡിമാൻഡ്, കസ്റ്റമർ ഹാൻഡ്ലിംഗ് ആ ഒരു കടയിൽ ചെയ്യാൻ പറ്റാതെയായി. വെറും 2 മാസത്തിൽ മാവൂർ റോഡിൽ തന്നെ മറ്റൊരു ഷോറൂം കൂടെ ഷാജിക്ക് തുറക്കേണ്ടി വന്നു. ഏറ്റവും വലിയ സർപ്രൈസിങ് എലിമെൻ്റ് ആയിരുന്നു മാവൂർ റോഡിൽ 800 മീറ്റർ റേഡിയസിൽ വെറും 1 വർഷം കൊണ്ട് ഷാജി 7 3G മൊബൈൽ വേൾഡിൻ്റെ ഷോറൂംസ് തുറന്നു. അങ്ങനെ കോഴിക്കോട് കീഴടക്കിയ ഷാജി തൊട്ടടുത്ത ജില്ലയായ വയനാട്ടിലും തുടക്കം കുറിച്ചു. അന്ന് വരെ ഒരു സ്പെസിഫിക് ഗോൾ ഇല്ലായിരുന്നു ഷാജിക്ക്. 10ാമത്തെ ഷോറൂമോടെ അദ്ദേഹം വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. അതിൻ്റെ മുന്നോടിയായി അദ്ദേഹം വലിയൊരു ഗോൾ സെറ്റ് ചെയ്തു. തൻ്റെ 3G മൊബൈൽ വേൾഡിൽ 100ഓളം ഷോറൂംസും 700 കോടി വിറ്റുവരവുള്ള ഒരു കമ്പനിയാക്കി മാറ്റണമെന്ന്. ടാർഗറ്റ് വലുതായിരുന്നു, എന്നാൽ തനിക്കത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം ഷാജിക്കുണ്ടായിരുന്നു. ഒന്നിൻ്റെ പിറകെ ഒന്നായി 3G മൊബൈൽ വേൾഡ് ഷോറൂംസ് നോർത്ത് കേരളയിൽ വ്യാപകമായി തുടങ്ങി. എല്ലാം വിചാരിച്ച പോലെ നടക്കുകയായിരുന്നു, പക്ഷേ ഷാജി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ദ നെയിം 3G. 2006 ഷാജി തുടക്കം കുറിച്ചപ്പോൾ 2G സ്പെക്ട്രം ആയിരുന്നു നിലവിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഭാവിയിൽ 3G സിംസ് വരുമെന്ന് അറിഞ്ഞിട്ടായിരുന്നു ഷാജി 3G എന്ന പേര് കടയ്ക്ക് കൊടുത്തത്. എന്നാൽ 3G ഇൻട്രൊഡ്യൂസ് ചെയ്ത 4 വർഷത്തിനകത്ത് തന്നെ എയർടെൽ 4G ലോഞ്ച് ചെയ്തു. 4Gയുടെ ലോഞ്ചോടെ 3G ഔട്ട്ഡേറ്റഡ് ആവുമെന്ന് ഉറപ്പായിരുന്നു ഷാജിക്ക്. അത് തന്നെ 3G മൊബൈൽ വേൾഡിൻ്റെ പേരിനെ ബാധിക്കുമെന്ന് അദ്ദേഹം ഭയന്നു. അതുകൊണ്ട് കമ്പനിയുടെ പേര് മാറ്റണമെന്ന് അനിവാര്യമായി. പക്ഷേ ഇത് നടപ്പിലാക്കാൻ അത്രയും എളുപ്പമായിരുന്നില്ല. 3G എന്ന പേരിൽ 30ഓളം ഷോറൂംസ് ഓൾറെഡി നോർത്തേൺ കേരളയിൽ പ്രവർത്തിക്കുകയായിരുന്നു. അതുമല്ല, ജനങ്ങളുടെ ഇടയിൽ 3G എന്ന പേര് അറിയപ്പെടാനും തുടങ്ങിയിരുന്നു. ഒറ്റയടിക്കൊരു പേര് മാറ്റൽ അത് സാധ്യമായിരുന്നില്ല. ഇൻ ഷോർട്ട് പറഞ്ഞാൽ ജനങ്ങളുടെ കൺമുന്നേ ബട്ട് അവർ പോലും അറിയാതെ ഒരു പേര് മാറ്റൽ, അതായിരുന്നു ഷാജിയുടെ ലക്ഷ്യം. അതിനായി ആദ്യം വേണ്ടത് ഒരു പേരായിരുന്നു. 3G എന്ന പേരോടെ സാമ്യമായ ഇന്ന് കേരളക്കാരെ അങ്ങോളം അറിയപ്പെടുന്ന മൈജി എന്ന പേരോടെ റീബ്രാൻഡിങ്ങിലോട്ട് പോകാൻ തീരുമാനിച്ചു ഷാജി. പേര് കണ്ടെത്തി, എന്നാലും 3G എന്ന പേര് ഉടനെ മാറ്റാൻ സാധ്യമായിരുന്നില്ല. അതിനെ ടാക്കിൾ ചെയ്യാനായി മൈജി ഗ്രൂപ്പ് ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തു. അവർ മൈജി എന്ന പേരിൻ്റെ സാന്നിധ്യം അവരുടെ എല്ലാ ഔട്ട്ലെറ്റ്സിലും കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിനായി അവരുടെ സ്റ്റോഴ്സിൻ്റെ ബോർഡിൽ ഒരേ സമയം 3G മൊബൈൽ വേൾഡിൻ്റെ പേരിൻ്റെ ഒപ്പം മൈജി എന്ന പേര് കൂടെ ചേർക്കാൻ തുടങ്ങി. ചില സ്റ്റോഴ്സിൽ മൈജി എന്ന പേര് ചെറുതാക്കിയും 3G എന്ന പേര് വലുതാക്കിയും, അല്ലെങ്കിൽ മൈജി എന്ന പേര് വലുതാക്കിയും 3G എന്ന പേര് ചെറുതാക്കിയും അവർ എക്സ്പെരിമെൻറ്റ് ചെയ്തു. എന്നാൽ ഇതിനൊരു അവസാനം വേണമായിരുന്നു. ഷാജി ആ സമയത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ കാത്തിരിപ്പിന് അവസാനം കൊടുത്ത് 2017 ഡിസംബറിൽ കൊച്ചിയിലെ എടപ്പള്ളിയിൽ കേരളത്തിൽ തന്നെയല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ ദി ലാർജസ്റ്റ് ഡിജിറ്റൽ ഷോറൂമിൻ്റെ തുടക്കം, അതും കേരളത്തിൻ്റെ താരരാജാവ് മോഹൻലാലിനെ കൊണ്ട് ഉദ്ഘാടനം, എ മെഗാ ഇവൻറ്റ് എടപ്പള്ളിയിൽ ഒരുങ്ങി. ഈ പ്രാവശ്യം 3G എന്ന പേരിന് എന്നേക്കുമായി വിരാമം കൊടുത്ത് മൈജി എന്ന പേരോടെ പ്രൗഢികമായി ഷാജി സെക്കൻഡ് ഇന്നിങ്സിന് തുടക്കം കുറിച്ചു. വെറും ഇനോഗ്രേഷന് വേണ്ടി മാത്രമായിരുന്നില്ല ലാലേട്ടൻ എന്ന് അവിടെ വന്നത്, ബട്ട് ഒഫീഷ്യലി മൈജിയുടെ ബ്രാൻഡ് അംബാസഡർ ആവാൻ കൂടെയായിരുന്നു. ഒട്ടും വൈകാതെ തന്നെ ലാലേട്ടനെ വെച്ചുള്ള ആഡ് ഷൂട്ട്സ് തുടങ്ങി. മാർക്കറ്റിംഗ് ഷാജിക്ക് ഒരു പുത്തിരിയായിരുന്നില്ല. തുടക്കങ്ങളിൽ തന്നെ ന്യൂസ് പേപ്പേഴ്സും പാംപ്ലെറ്റ്സും റേഡിയോസിലും എപ്പോഴും പരസ്യങ്ങൾ കൊടുക്കുമായിരുന്നു ഷാജി. അങ്ങനെ മോഹൻലാലിൻ്റെ വരവോടെ മൈജിയുടെ സെയിൽസ് കൂടി.
2021 ഷാജി കണ്ടിരുന്ന 100 ഷോറൂംസിന് സ്വപ്നം പൂർത്തിയായി. 100ാമത്തെ ഷോറൂമോടെ മൈജി മൊബൈൽ മാത്രമല്ല ഇലക്ട്രോണിക് ഹോം അപ്ലയൻസസ് കൂടെ കൊണ്ടുവന്നു. മോഹൻലാലിനെ വച്ച് മൊബൈൽ ഇൻഡസ്ട്രി രാജാവായ മൈജി ഹോം അപ്ലയൻസസിന് വരവോടെ വീട്ടമ്മമാരുടെ മനസ്സിൽ ഇടം വരുത്താനായി മഞ്ജു വാര്യന് സെക്കൻഡ് ബ്രാൻഡ് അംബാസഡറായി സൈൻ ചെയ്തു. മൈജി എന്ന് പറയുന്ന മൊബൈൽ സ്റ്റോർ ഇപ്പോൾ മൊബൈൽ മാത്രമല്ല, മൊബൈൽ എക്സസറീസ്, TV, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ് എന്നിങ്ങനെ നിരവധി പ്രൊഡക്ട്സ് ചേരുന്ന ഒരു ഒറ്റ സ്റ്റോറായി മൈജി ഫ്യൂച്ചർ. മൈജിക്ക് നിലവിൽ 150ഓളം ഷോറൂംസ് ഉണ്ട്. 2025 വെട്ടുവരവ് എസ്റ്റിമേറ്റ് ഫിഗർ 5000 കോടിയോളമാണ്. 4 എംപ്ലോയീസിന് തുടങ്ങിയ മൈജി ഇപ്പം 5000-ലധികം ജീവനക്കാരുള്ള ഒരു ഫാമിലിയായി മാറി. മാർക്കറ്റിംഗിൻ്റെ ഒപ്പം തന്നെ മൈജിയുടെ ഓഫേഴ്സും വളരെയധികം അട്രാക്റ്റീവ് ആയിരുന്നു. 0 കോസ്റ്റ് EMI മൈജിയുടെ ഓഫേഴ്സിൽ ഏറ്റവും എടുത്തു നിന്നൊന്ന് തന്നെയായിരുന്നു. മൊബൈൽ സർവീസിലും മൈജി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന പേരിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെ മൊബൈൽസും വേറെ ഗാഡ്ജറ്റ്സും റിപ്പയർ ചെയ്യിപ്പിക്കാൻ പഠിപ്പിച്ചു. ആസ് എ റിസൾട്ട് കോഴിക്കോടിൽ കേരളത്തിൽ തന്നെ ആദ്യത്തെ ഫുള്ളി വുമൻ ഓപ്പറേറ്റഡ് റിപ്പയർ സെൻറ്റർ തുറന്നു മൈജി. ഷാജിയുടെ ഹാർഡ് വർക്കും ഫോർസൈറ്റ്, ആ റിസ്ക് ടേക്കിംഗ് എബിലിറ്റിയുടെ ഫലം തന്നെയാണ് മൈജി എന്ന് പറയുന്ന ഈ ബിസിനസ് എംപയർ. എന്നാൽ ഒരു ബിസിനസ് എത്ര വലുതായാലും അതിനും പാളിച്ചകൾ പറ്റും. മൈജിക്കും ചില സെക്ഷൻ കസ്റ്റമേഴ്സിൽ നിന്ന് ക്രിറ്റിസിസം നേരിടേണ്ടി വന്നു. ഫേക്ക് അഡ്വർടൈസിംഗ്, ഓഫർ തട്ടിപ്പ്, റീപ്ലേസ്മെൻറ്റ് ഫ്രോഡ്, സർവീസ് ക്വാളിറ്റി എന്ന് കുറേ കംപ്ലൈൻറ്റ്സ് മൈജിക്ക് ഇപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഓരോ വർഷവും വളരുന്ന മൈജിയിൽ അതിൽ ഷാജിയുടെ മേൽനോട്ട കുറവ് കൊണ്ടാവാം ഈ പ്രശ്നങ്ങൾ. എന്നിരുന്നാലും ഈ എല്ലാ പ്രശ്നങ്ങൾ മറികടന്ന് മൈജി ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക, ആൻഡ് ഡു സബ്സ്ക്രൈബ് ബിസിനസ് വിഷു.